കേരളത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള അന്തിമ ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. മുൻ KPCC പ്രസിഡന്റുമാരും നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരുമായും ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിനിടെ AK ആന്റണിയുമായും പ്രധാന ഘടകകക്ഷി നേതാക്കളുമായും രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിക്കുമെന്നും വാർത്തകളുണ്ട്. ചൊവ്വാഴ്ച രാത്രിയോ ബുധനാഴ്ചയോ തീരുമാനം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വിവരം. സംസ്ഥാനത്ത് ജനവികാരം കണക്കിലെടുക്കണമെന്നാണ് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സ്വീകരിച്ച നിലപാടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് ലീഗ് അടക്കമുള്ളവർ നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് VDRC KC പക്ഷങ്ങൾ ഉറ്റുനോക്കുന്നത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവി പരിശോധിക്കുന്നതിനും പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാനും 3 ദിവസത്തെ CPM നേതൃയോഗങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. ചൊവ്വാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റും ബുധനും വ്യാഴവും സംസ്ഥാന സമിതിയുമാണ് ചേരുന്നത്. തോൽവിയുടെ വിവിധ ഘടകങ്ങൾ ചർച്ച ചെയ്ത് PB റിപ്പോർട്ടിംഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. തോൽവിയുടെ ഭാരം പിണറായിയുടെ തലയിൽ മാത്രം വയ്ക്കാനാവില്ലെന്ന് നേരത്തെ PB വ്യക്തമാക്കിയിരുന്നു. നിയമസഭാ പ്രതിപക്ഷ നേതാവ് സംബന്ധിച്ച് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനം ആയേക്കുമെന്നാണ് വിവരം. നേതൃമാറ്റമെന്ന നിർദ്ദേശം ചില നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും പിണറായി തുടരണമെന്നാണ് ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം. മുന്നണിയെ നയിക്കുന്നതിൽ തലമുറ മാറ്റം വേണമെന്നാണ് CPI ഉൾപ്പെടെയുള്ള പ്രധാന ഘടകകക്ഷികളുടെ എല്ലാം നിലപാട്. ഇതിനൊപ്പം പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം എന്ന CPIയുടെ ആവശ്യവും സെക്രട്ടേറിയറ്റിൽ ചർച്ചയാവും. കോട്ടയത്തെ ക്രോസ് വോട്ടിംഗ് നടന്നെന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആക്ഷേപവും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയ്ക്ക് വന്നേക്കുമെന്നാണ് വിവരം.